കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ആസ്തി എത്രയെന്ന് നോക്കാം. കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് 16.8 ലക്ഷം രൂപയുടെ ആസ്തിയാണുള്ളത്. LDFന്റെ MV ബാലകൃഷ്ണന് 1.77 കോടി രൂപയുടെ ആസ്തിയും NDAയുടെ ML അശ്വിനിക്ക് 38 ലക്ഷം രൂപയുടെ ആസ്തിയുമാണുള്ളത്. കണ്ണൂരിൽ UDFന്റെ K സുധാകരന് 3.6 കോടി രൂപയുടെ ആസ്തിയുണ്ട്. LDFന്റെ MV ജയരാജന് 44.7 ലക്ഷം രൂപയുടെ ആസ്തിയും NDAയുടെ C രഘുനാഥിന് 83.66 ലക്ഷം രൂപയുടെ ആസ്തിയുമാണുള്ളത്. വടകരയിൽ ഷാഫി പറമ്പിലിന് 41 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. KK ശൈലജയ്ക്ക് 35 ലക്ഷം രൂപയുടെയും പ്രഫുൽ കൃഷ്ണയ്ക്ക് 20 ലക്ഷം രൂപയുടെ ആസ്തിയുമാണുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് 9.24 കോടി രൂപയുടെയും ആനി രാജയ്ക്ക് 71.68 ലക്ഷം രൂപയുടെയും K സുരേന്ദ്രന് 93.75 ലക്ഷം രൂപയുടെയും ആസ്തിയാണുള്ളത്. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന് ആസ്തിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഭാര്യയ്ക്ക് 20.70 ലക്ഷം രൂപയുടെ ആസ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എളമരം കരീമിനും ആസ്തിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഭാര്യയ്ക്ക് 9 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. NDAയുടെ MT രമേശിന് 14.25 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന് 1.41 കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. LDF സ്ഥാനാർത്ഥി V വസീഫിന് ആസ്തിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഭാര്യയ്ക്ക് 74.58 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. NDAയുടെ ഡോക്ടർ അബ്ദുൾ സലാമിന് 1.90 കോടി രൂപയുടെ ആസ്തിയുണ്ട്. പൊന്നാനിയിൽ UDFന്റെ അബ്ദു സമദ് സമദാനിക്ക് 1.40 കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. LDFന്റെ KS ഹംസയ്ക്ക് 2.27 കോടി രൂപയുടെയും NDAയുടെ നിവേദിത സുബ്രഹ്മണ്യന് 5.17 കോടി രൂപയുടെയും ആസ്തിയുണ്ട്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് 79 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. LDF സ്ഥാനാർത്ഥി A വിജയരാഘവന് സ്വന്തം പേരിൽ ആസ്തിയൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഭാര്യയ്ക്ക് 80 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. NDAയുടെ C കൃഷ്ണകുമാറിന് 40 ലക്ഷം രൂപയുടെ ആസ്തിയുമാണുള്ളത്. ആലത്തൂരിൽ രമ്യ ഹരിദാസിന് ആസ്തിയൊന്നുമില്ല. K രാധാകൃഷ്ണന് 25 ലക്ഷം രൂപയുടെയും NDAയുടെ TN സരസുവിന് 67 ലക്ഷം രൂപയുടെയും ആസ്തിയുണ്ട്. തൃശൂരിൽ K മുരളീധരന് 2.61 കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. VS സുനിൽകുമാറിന് 6.32 ലക്ഷം രൂപയും സുരേഷ് ഗോപിക്ക് 8.59 കോടി രൂപയുടെയും ആസ്തിയുണ്ട്. ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാന് 82.90 ലക്ഷം രൂപയുടെ ആസ്തിയാണുള്ളത്. C രവീന്ദ്രനാഥിന് 2.3 കോടി രൂപയുടെയും NDAയുടെ KA ഉണ്ണികൃഷ്ണന് 12 ലക്ഷം രൂപയുടെയും ആസ്തിയുണ്ട്. എറണാകുളത്ത് ഹൈബിയിടന് 58 ലക്ഷം രൂപയുടെ ആസ്തിയാണ് കാണിക്കുന്നത്. KJ ഷൈന് 64 ലക്ഷവും ഡോക്ടർ KS രാധാകൃഷ്ണന് 1.15 കോടി രൂപയുടെ ആസ്തിയുമാണ് കാണിക്കുന്നത്. ഇടുക്കിയിൽ DN കുര്യാക്കോസിന് 1.5 കോടിയുടെ യൂത്ത് കോൺഗ്രസ് ഓഫീസാണ് ആസ്തിയായി കാണിക്കുന്നത്. LDFന്റെ ജോയ്സ് ജോർജിന് 94 ലക്ഷം രൂപയും NDAയുടെ സംഗീത വിശ്വനാഥന് 67.63 ലക്ഷം രൂപയുടെയും ആസ്തിയാണ് കാണിക്കുന്നത്. കോട്ടയത്തെ തോമസ് ചാഴിക്കാടന് 1.84 കോടിയും ഫ്രാൻസിസ് ജോർജിന് 6.88 കോടിയും തുഷാർ വെള്ളാപ്പള്ളിക്ക് 41.98 കോടി രൂപയുടെയും ആസ്തിയാണ് കാണിക്കുന്നത്. ആലപ്പുഴയിൽ ആരിഫിന് 12 ലക്ഷം രൂപയാണ് ആസ്തിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. UDFന്റെ KC വേണുഗോപാലിന് 26 ലക്ഷം രൂപയും ശോഭാ സുരേന്ദ്രന് 6.61 ലക്ഷം രൂപയുടെയും ആസ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാവേലിക്കരയിൽ UDFന്റെ കൊടിക്കുന്നിൽ സുരേഷിന് 23 ലക്ഷം രൂപയാണ് ആസ്തിയായി കാണിക്കുന്നത്. LDFന്റെ CA അരുൺകുമാറിന് 12.77 ലക്ഷം രൂപയുടെ ആസ്തിയാണ് കാണിക്കുന്നത്. എന്നാൽ NDAയുടെ ബൈജു കലാശാലയ്ക്ക് ആസ്തിയൊന്നുമില്ല. പത്തനംതിട്ടയിൽ UDFന്റെ ആന്റോ ആന്റണിക്ക് 14.20 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. LDFന്റെ തോമസ് ഐസക്കിന് 9.60 ലക്ഷം രൂപയുടെ മൂല്യമുള്ള 20,000 പുസ്തകങ്ങളാണ് ആസ്തിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. NDAയുടെ അനിൽ ആന്റണിക്ക് ആസ്തിയൊന്നുമില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലത്തെ NK പ്രേമചന്ദ്രന് 2.39 കോടി രൂപയുടെ ആസ്തിയുണ്ട്. മുകേഷിന് 4.49 കോടി രൂപയുടെ ആസ്തിയും NDAയുടെ G കൃഷ്ണകുമാറിന് 1.6 കോടി രൂപയുടെ ആസ്തിയുമാണ് കാണിക്കുന്നത്. ആറ്റിങ്ങലിലേക്ക് വന്നാൽ അടൂർ പ്രകാശിന് 4.9 കോടി രൂപയുടെ ആസ്തിയും V ജോയ്ക്ക് 22.50 ലക്ഷം രൂപയുടെ ആസ്തിയും കാണിക്കുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി V മുരളീധരന് ആസ്തിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഭാര്യയ്ക്ക് 41.5 ലക്ഷം രൂപയുടെ ആസ്തിയാണ് കാണിക്കുന്നത്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് 6.75 കോടി രൂപയുടെ ആസ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. NDAയുടെ രാജീവ് ചന്ദ്രശേഖറിന് 14.40 കോടി രൂപയുടെ ആസ്തിയും LDFന്റെ പന്ന്യൻ രവീന്ദ്രന് 11 ലക്ഷം രൂപയുടെ ആസ്തിയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.